ഇപ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ളൊരു വിധി കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതായത് ഒരു കള്ളക്കേസിൽ പെടുത്തിയ ഒരാൾക്ക് 14 ലക്ഷം രൂപ ആ SIയിൽ നിന്ന് ഈടാക്കി സർക്കാർ കൊടുക്കണം എന്നുള്ള തരത്തിൽ ഒരു വിധി ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ആ വിധി എന്ന് പറയുന്നത് നമ്മളെയൊക്കെ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഒരു മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുക, അതിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് പോലും എന്താണ് അപ്പോഴത്തേക്കൊക്കെ FIR എഴുതി പിന്നെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അയാളെ ഒരുപാട് ദിവസം ജയിലിൽ കിടത്തുക, അയാളുടെ കുടുംബം കുട്ടികൾ എല്ലാം വഴിയാധാരമാവുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടാവുക. അവസാനം കേസ് തെളിയുമ്പോൾ ഇയാൾ ആയിരുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ എന്താണ് പോലീസ് സുഖമായിട്ട് കൈ കഴുകി പോവുക. ഇതായിരുന്നു ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. അതിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവം? എന്താണ് അത്? ആ കേസിൽ കേരള ഹൈക്കോടതി മനോജ് സാറിന്റെ ബെഞ്ചാണ് വിധി പറഞ്ഞത്. ആ കേസ് ഫയൽ ചെയ്തത് 226 പ്രകാരം, അതായത് ആ പറയുന്ന താജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുടെ കേസാണ്. അദ്ദേഹത്തിന് ആർട്ടിക്കിൾ 21 വയലേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അവകാശമേ പോയി. അന്ന് തുടങ്ങി കേസ് തുടങ്ങിയ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടമായി. 54 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. അതിന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. 15 ദിവസത്തേക്കെങ്ങാനും 10-15 ദിവസത്തേക്കെങ്ങാനും ഗൾഫിൽ നിന്ന് വന്നതാ. ആ വന്ന ആള് അയാളെ പോലെ വേറൊരാളുണ്ട് എന്നുള്ളതാണ് അയാൾ ചെയ്ത തെറ്റ്. അതിലെന്താ, അദ്ദേഹം ബൈക്കിൽ ഈ പറയുന്ന മാല മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ വ്യക്തി ഒരു ബൈക്കിൽ പോകുന്നുണ്ട്. അത് ഇദ്ദേഹത്തെ പോലെ ഉണ്ട്, കാണാൻ ഇദ്ദേഹത്തെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കണ്ടതെന്ന സാക്ഷികൾ പോലും പറഞ്ഞിട്ടുണ്ട് അത് അയാളല്ല. ഇതൊന്നും പറഞ്ഞത് കേൾക്കാതെയാണ് പോലീസ് FIR ഇട്ടതും ഇപ്പം റിമാൻഡ് സമയത്ത് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത സമയത്തെല്ലാം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിലെല്ലാം തൊണ്ടി മുതൽ കിട്ടാതെ വിടാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പോലീസ് ഓഫീസേഴ്സ് എപ്പോഴും ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ പറയുന്ന CCTV ഫൂട്ടേജസ് മതി. എത്ര വിദഗ്ധമായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കേരള പോലീസിൽ. സൈബർ കൈകാര്യം ചെയ്യുന്ന എത്ര വിദഗ്ധമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എത്രയും വേഗം കണ്ടുപിടിക്കാം. എന്നിട്ട് കണ്ടുപിടിച്ചത് കുറച്ച് നാൾക്ക് ശേഷം കണ്ടുപിടിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇതിൽ ഇയാൾ പ്രവാസിയായിരുന്നെന്നും പെട്ടെന്നാണ് ഇയാൾ നാട്ടിലെത്തിയതെന്നും അതുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പിക്ക് ഒരു പരാതി പോകുന്നു, അല്ലാതെ തന്നെ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്. ഈ കേസിനകത്ത് ഡിവൈഎസ്പിയുടെ ഇടപെടൽ ഉണ്ടാവുകയും അദ്ദേഹം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ഞാൻ വന്നിട്ട് കാര്യം ചെയ്താൽ മതി, ഇത് നിങ്ങൾ തീർപ്പാക്കരുത്, ഇങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹത്തെ പ്രതിയാക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഡിവൈഎസ്പി ഒക്കെ എത്തുന്നതിന് മുമ്പ് ഈ കേസ് FIR ഒക്കെ ഇട്ട് ഇയാൾ തന്നെയാണ് പ്രതി എന്ന രീതിയിലേക്ക് അവർ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ആ വിധിയിൽ തന്നെ പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അത് വളരെ വലിയൊരു അപകടം. അതായത് പോലീസുകാർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് തങ്ങൾക്ക് പേരുണ്ടാക്കാൻ വേണ്ടി ഒരാളെ പെട്ടെന്ന് പിടിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. പറയാം, ചില കേസുകളിൽ ഇപ്പോ പോലീസുകാർ പറയുന്ന ഒരു കാര്യം, ഈ മാസം കേസ് ക്ലോസ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു സംഭവം പോലീസുകാർക്കുണ്ട്. അത് അവരുടെ ടാർഗറ്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും ഈ മാസം ഞങ്ങള് കേസ് ക്ലോസ് ചെയ്യണം, കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലിരിക്കുന്ന ആളടുത്ത് നിന്ന് ഞങ്ങൾക്ക് ചെലവുണ്ട്, ഇങ്ങനെ ഒരു സംഭവം പോലീസുകാരുടെ ഇടയിലുള്ളതാണ്. അപ്പൊ അത് നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ മോളിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞ സമയത്തും ഇല്ല, അത് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല, നമ്മൾ മറ്റേ സിനിമ സ്റ്റൈലൊക്കെയാണ് ഇവിടെ, ചില സമയത്ത് സിനിമ സ്റ്റൈലിലൊക്കെയാണ് ഇവിടെ FIR ഇടുന്നത്. അതവിടെ പറഞ്ഞോട്ടെ, ഞാനിവിടെ തീരുമാനിച്ചോളാം, വരുന്ന സമയത്തല്ലേ ഞാൻ അപ്പൊ കണ്ടോളാം, അങ്ങനെ പറയുന്ന നിയമ സംവിധാനം നമ്മൾക്ക് ഒരാളടുത്ത് പകപോക്കൽ ഉണ്ടാവുകയാണെങ്കിൽ, ഒരാളടുത്ത് നമുക്കൊരു റിവഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ നിയമം വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. എനിക്ക് ഒരാളടുത്തൊരു ദേഷ്യമാണെങ്കിൽ ഞാനൊരിക്കലും ഈ നിയമ സംവിധാനം വെച്ച് നമ്മൾ കളിക്കരുത്. അദ്ദേഹത്തിന്റെ ജീവിതം വെച്ചല്ലേ കളിച്ചത്. അദ്ദേഹം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസിൽ അദ്ദേഹത്തിന് മാത്രമാണോ കോമ്പൻസേഷൻ കൊടുത്തിരിക്കുന്നത്? അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കള്, ഇവരെല്ലാവരെയും പാർട്ടിയാക്കിയിട്ടാണ് അദ്ദേഹം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ, ഞങ്ങളുടെ പ്രൈവസി, എന്റെ ജീവിക്കാനുള്ള എന്റെ ലിബർട്ടി, എനിക്ക് ജീവിക്കാനുള്ള എന്റെ അവകാശത്തെയാ കളഞ്ഞത് പോലീസുകാര്. ഈ പറയുന്ന 10 ലക്ഷം രൂപയൊക്കെ വളരെ കുറവാണ്. ഒരാളുടെ അഭിമാനം മാത്രമല്ല, ജനറൽ ഡാമേജസിൽ ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഹാം സംഭവിച്ചു, അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഡാമേജസ്, അതായത് ഒരു സ്പെഷ്യൽ കോമ്പൻസേഷന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ജനറൽ ഡാമേജസ്, അതായത് ഒരു ജനറൽ കോമ്പൻസേഷന് വേണ്ടിയിട്ട് നിയമത്തിൽ നമുക്ക് നിയമ സംവിധാനങ്ങളുണ്ട്. ഈ ജനറൽ ഡാമേജസിൽ അദ്ദേഹത്തിന് പെയിൻ വന്നു, ഹാംഫുൾ ആയിട്ടുള്ള അയാളുടെ ലൈഫ് പോയി, ലൈഫ് പോയി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ജോലി പോയില്ലേ, അദ്ദേഹത്തിന് ഗൾഫിലുണ്ടായിരുന്ന ജോലി പോയോ, അവിടെയും അദ്ദേഹത്തിന് ഇഷ്യൂ വന്നു, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ ബാധിച്ചില്ലേ? ഇതേ പറയുന്ന കോടതി തന്നെ പറയുന്നുണ്ട്, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സബോർഡിനേറ്റ് കോടതിയെ അപ്രോച്ച് ചെയ്യാം,
എന്നുകൂടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഇദ്ദേഹം പി എം ഒരു ബാബുവിന്റെ പി എം മനോജ് സാറിന്റെ ഇതിൽ മനോജ് സാർ പറയുന്നുണ്ട്. തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പോ ഇനി അദ്ദേഹം എനിക്കൊരു 50 കോടി രൂപ എനിക്ക് കോമ്പൻസേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് താഴെ കോടതിയിൽ അവരൊരു കേസ് ഫയൽ ചെയ്താൽ ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഒരാളുടെ ജീവിതം എടുത്തു കളഞ്ഞിട്ട് ഒരാൾക്ക് ഇത്രയും വലിയ ഡാമേജസ് ഒക്കെ വരുത്തിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അവര് കൊടുക്കുന്ന കോമ്പൻസേഷൻ ഇത്രയും വേണം എന്ന് പറഞ്ഞ കോടതി അത് കേൾക്കും. അല്ല, ഇതിൽ ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചു എന്നുള്ളതായിരുന്നു ആ കേസ് ഒന്നും. ചെയിൻ പൊട്ടിച്ചു. പോലീസുകാർ നോക്കുമ്പോൾ ഈ പറയുന്ന CCTV ദൃശ്യങ്ങളിൽ ഇയാളെ പോലെ തന്നെ ഒരാൾ ആണ്, ഇയാളെ പോലെ തന്നെയുള്ള ആളാണ് പൊട്ടിച്ചത് എന്ന് മനസ്സിലാക്കും. പിന്നീട് ഈ യഥാർത്ഥ പ്രതി വേറൊരാളാണ് എന്ന് മനസ്സിലാക്കി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഈ ഒരു ക്രിമിനൽ ഡിഫോമേഷൻ തന്നെ സബോർഡിനേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യണം. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കംപ്ലൈനന്റ് ഈ അടുത്തൊരു കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു പുറപ്പാടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. സാറാണ് നോക്കുന്നത്. അപ്പോ ഇനിയിപ്പോ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുമായിരിക്കും. അത് ഫയൽ ചെയ്താൽ അതിന് നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. ഒരു 50 കോടി രൂപ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. ഈ പറയുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിനെയും പ്രതികളാക്കിയിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ വേണ്ടി വരും. നിയമം നമുക്ക് തെറ്റായിട്ട് എപ്പോഴും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. നിയമം എന്തിനാ ഏറ്റവും ഡൊമൈൻ ആയിട്ട് നിൽക്കുന്നത്? ബാക്കി എല്ലാം എങ്ങനെ വേണമെങ്കിൽ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്നത് നിയമം, കോടതി, പോലീസ് ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ്. ആ നിയമം നമ്മൾ ഒരിക്കലും തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇപ്പം ഇവൻ പോലീസ് FIR ഇടുന്ന അവിടെ നിന്നാണ് നമ്മളൊരു നിയമം തുടങ്ങുന്നത്, പ്രൊസീജിയർ തുടങ്ങുന്നത്. എവിടുന്ന FIR ഇടുന്നു, അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ കോടതിയിലോട്ട് എത്തുന്നത്. അപ്പൊ ആ FIR ഇടുന്നത് തന്നെ അവിടെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അവർ തെറ്റുകാരാണോ, പോലീസിന് എന്താ കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്, അവരിട്ട ആ ഒരു യൂണിഫോം അത് അത്രയും പ്രൗഡാണ്. കേരള പോലീസിന് അത്രയും പ്രൗഡിയോടെ തന്നെ ലോകത്തിന് മുന്നിൽ എത്തിച്ചിട്ടുള്ള പല കേസുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ പോലീസ് ഓഫീസേഴ്സ് ഒന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പൊ എന്തൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് വരുത്തി തീർക്കാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ? നിയമം വെച്ച് കളിക്കാതിരിക്കുക. അല്ല, ഇതില് പിന്നെ ഏറ്റവും അവസാനമായിട്ടൊരു ചോദ്യം, അതായത് ഇദ്ദേഹത്തിന് ഈ ക്രിമിനൽ ഡിഫോമേഷൻ അല്ലെങ്കിൽ പിന്നെ എന്താണ് മറ്റ് കേസുകളെ കുറിച്ച് അറിയാം. അതായത് ഇതിനെ നമ്മൾ കേസിൽ പ്രതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപരിഹാരം വേണമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് അദ്ദേഹം അസഫ് അലി സാറിനെ പോലെ ഒരാളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇതറിയാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട്. അറിയുമെങ്കിലും അവർക്കതിന് ഭയമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ വേണ്ടത്ര നിയമോപദേശം കിട്ടുന്നില്ല. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന കാര്യം പോലും ആവശ്യത്തിനുള്ള നിയമത്തിന്റെ അറിവ്, അത് കൂടുതലല്ല, ആവശ്യത്തിനുള്ള അറിവ് പോലും നമ്മുടെ സാധാരണക്കാർക്ക് ഇല്ല. കോർട്ട് റൂം എന്താണ്, കോടതി എന്താണ്, കോടതി നിയമങ്ങൾ എന്താണ്, ഇതൊക്കെ വെച്ചിട്ട് ഇവരെ ഭയപ്പെടുത്തി പോലീസ് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊരു മിഥ്യാധാരണയും കൂടെ നമ്മുടെ പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾക്കെതിരെ ഒരു കള്ളക്കേസ് എടുക്കുകയാണെങ്കിൽ അതിന് ഏതറ്റം വരെ പോയി പോരാടാനുള്ള റൈറ്റ് നമ്മുടെ നിയമം നൽകുന്നുണ്ട് എന്നുള്ളതും കൂടി സാധാരണക്കാർ അറിയണ്ടേ. പിന്നെ നമ്മൾക്കെതിരെ ഒരു കള്ളക്കേസ് ആണ് ഇപ്പം പോലീസ് ഫയൽ ചെയ്തത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ കക്ഷികളെടുത്തൊക്കെ ഞാൻ ഇപ്പൊ അവര് ജയിലിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഞാൻ കൂടുതൽ നോക്കുന്നത് അങ്ങനെയുള്ള കേസുകൾ ആയതുകൊണ്ട് അവർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതാണെങ്കിൽ പോലും അവരെ പോലീസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരപ്പൊ എന്നെ വിളിക്കും, ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഞാൻ പോകണോ വേണ്ടയോ എന്ന് പറഞ്ഞ് വിളിച്ചത് ചോദിച്ചതിന് ശേഷം മാത്രമേ പോകുന്നുള്ളൂ. ഓൾറെഡി ഞാനത് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഏത് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണെങ്കിലും പറഞ്ഞതിന് ശേഷം മാത്രം പോവുക. അങ്ങനെ പറയാതെ പോയ സമയത്ത് അവരെ പിടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. വേറൊരു കേസ് ഫയൽ ചെയ്തിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. ഇവൻ പോലീസിനെ തന്നെ, ഇപ്പൊ ഞാനൊരു പോലീസുകാരൻ ഇപ്പൊ സസ്പെൻഷനില്ല, ആ സാറിന്റെ 8ഓളം കേസ് കള്ളക്കേസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു കള്ളക്കേസാ. ആ സാറിന്റെ കേസ് ഞാനാ നോക്കുന്നത്. ഇപ്പോഴും സസ്പെൻഷനില്ല ആ സാറ്. ആകെ 2 വർഷമേ ഉള്ളൂ ഇനി അദ്ദേഹത്തിന് പിന്നെ റിട്ടയർഡ് ആവാനായിട്ട്. പോലീസുകാരെ തന്നെ കുടുക്കിയേക്കുക. ഇതില് അദ്ദേഹത്തിന് ഇറങ്ങി വരാനുള്ള ഒരു വകുപ്പും ഇല്ലാതെ അങ്ങനെ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള നിലയിൽ 420, 416 ഒക്കെ അങ്ങ് ഇട്ടേക്കുക. എത്രമാത്രം നമ്മുടെ നിയമം ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു കേസിൽ നമ്മൾ അകത്താണ്, ഒരു കേസിൽ അയാളെ റിമാൻഡ് ചെയ്തു, അപ്പത്തേക്കും തന്നെ വേറൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്യും. ഇദ്ദേഹം പോലും അറിയാതെ വേറൊരു കംപ്ലൈന്റ്. അപ്പൊ ഇതിൽ നമ്മൾ ജാമ്യം എടുത്ത് വരുമ്പോഴത്തേക്കും ഇപ്പുറത്തെ ഒരു കേസ് അത് ഇറക്കാൻ പറ്റില്ല, ഇപ്പുറത്ത് വേറൊരു കേസിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. കേസ് നമ്മൾ നോക്കുമ്പം ഇതെല്ലാം വേറെ ഒരാൾ കണക്ട് ചെയ്തിട്ടുള്ള കേസായിരിക്കും. 1ാമത്തെ 2ാമത്തെയും പ്രതി വേറെ ആയിരിക്കും. അവരെ പിടിക്കാനായിട്ട് പോലീസ് ഓഫീസേഴ്സിന് ഇതില്ല.
അവരെ പിടിക്കില്ല, അവരെ കോള് വിളിക്കില്ല, അവർ നാട്ടിലില്ല, അവർ വന്നിട്ടില്ല, കണ്ടിട്ടില്ല, പോയിട്ടില്ല, ഇതൊക്കെയാ. എന്നിട്ട് കുടുങ്ങുന്നത് ഈ പാവപ്പെട്ട ഏതെങ്കിലും ഒരാളായിരിക്കും. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 7 or 8 കേസുകളുണ്ട്. ആ കേസിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് ഇപ്പം ഞാൻ ഇറക്കി കൊണ്ടുവന്ന് ഓരോരോ കേസായിട്ട് ഇറക്കി കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് ജോലിയിൽ കയറാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പൊ പോലീസ് ഓഫീസേഴ്സിനെ വരെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ സാധാരണക്കാരായ ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ. ഏതൊരാളായിക്കോട്ടെ, കള്ളക്കേസാണെന്ന് തെളിയുവാണെങ്കിൽ എന്നല്ല, കള്ളക്കേസാണ് കൊടുത്തത് എന്നുള്ളതുണ്ടെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ കാണുക. ഒരു അഡ്വക്കേറ്റിനെ കണ്ട് നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു അഡ്വക്കേറ്റിനെ കാണുക. താഴെ കോടതിയിൽ മാത്രമല്ല, നമുക്ക് ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഇതൊക്കെ പോയി നമ്മൾ നിരപരാധിയാണോ അത് നമ്മൾക്ക് തെളിയിക്കാൻ പറ്റണം. നമ്മൾക്ക് നിയമമുണ്ട്, കോടതിയുണ്ട്. പോലീസ് മാത്രമല്ലല്ലോ, പോലീസ് അങ്ങനെ ചെയ്തു, ഇവൺ അവരെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവർ ചെയ്തു എന്നൊക്കെ, ആ ഒരു FIR ഇങ്ങനെ അല്ല എന്ന് തെളിവ് നമുക്ക് കോടതിയിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കോടതി അത് കൺസിഡർ ചെയ്യും. അതെങ്കിലും മിനിമം എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും എന്തായാലും കള്ളക്കേസുകൾ ഉണ്ടാവാതിരിക്കട്ടെ.